നിങ്ങൾ ഇന്ന് കേൾക്കാൻ പോകുന്നത് 1798 മുതൽ 1810 വരെയുള്ള തിരുവിതാംകൂർ ചരിത്രത്തിലെ ഏറ്റവും പ്രക്ഷുബ്ധമായ ഒരു 12 വർഷങ്ങളെക്കുറിച്ചാണ്. അതെ, ചരിത്രത്തിലെ തന്നെ വളരെ നിർണായകമായൊരു കാലഘട്ടം. തീർച്ചയായും. നമ്മുടെ മുന്നിൽ ഇന്നുള്ളത് ആ കാലഘട്ടത്തിലെ ചില സുപ്രധാന ചരിത്രരേഖകളും ഉടമ്പടികളും കത്തുകളുമാണ്. അതുകൊണ്ട് യാതൊരു വിധത്തിലുള്ള ഔപചാരിക മുഖവുരകളുമില്ലാതെ നമുക്ക് നേരെ ഈ ആഴത്തിലുള്ള അന്വേഷണത്തിലേക്ക് കടക്കാം. അതാണ് നല്ലത്. നമ്മുടെ ഇന്നത്തെ ഈ ചർച്ചയുടെ ലക്ഷ്യം വളരെ വ്യക്തമാണ്. വെറുമൊരു 16-കാരനായ രാജാവ്, തീർത്തും കാലിയായ ഒരു ഖജനാവ്, ഒപ്പം എങ്ങനെയും അധികാരം പിടിച്ചെടുക്കാൻ നടക്കുന്ന ബ്രിട്ടീഷ് സാമ്രാജ്യവും. കൃത്യം. ഇവരെല്ലാം കൂടി എങ്ങനെയാണ് കേരളം കണ്ട ഏറ്റവും വലിയൊരു ജനകീയ പ്രക്ഷോഭത്തിനും 2 പ്രഗത്ഭരായ ദിവാൻമാരുടെ ദാരുണമായ അന്ത്യത്തിനും വഴിയൊരുക്കിയതെന്ന് കണ്ടുപിടിക്കുകയാണ് നമ്മൾ. ധർമ്മരാജാവിന് ശേഷം വെറും 16 വയസ്സുള്ളപ്പോൾ ബാലരാമവർമ്മ തിരുവിതാംകൂറിന്റെ അധികാരമേൽക്കുന്നിടത്താണ് ഇത് തുടങ്ങുന്നത്. ആ ഒരു അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. ഒരു 16-കാരന്റെ കൈകളിലേക്ക് രാജ്യം കിട്ടുക, അതും ഒട്ടും അനുകൂലമല്ലാത്തൊരു സാഹചര്യത്തില്. അതെ, വളരെ ബുദ്ധിമുട്ടേറിയ സമയമായിരുന്നത്. രേഖകൾ പരിശോധിച്ചാൽ ബാലരാമവർമ്മയെ വളരെ ദുർബലനായ, ഒരുപക്ഷെ കാര്യപ്രാപ്തിയില്ലാത്തൊരു ഭരണാധികാരിയായാണ് ചരിത്രം അടയാളപ്പെടുത്തിയിരിക്കുന്നത്. അദ്ദേഹം അധികാരത്തിൽ വരുമ്പോൾ ഖജനാവിൽ ഒരു ചില്ലിക്കാശു പോലുമില്ലായിരുന്നു എന്നതാണ് ഏറ്റവും വലിയ പ്രതിസന്ധി. ശരിയാണ്. ശക്തനായ ഒരു രാജാവില്ലെങ്കിൽ സ്വാഭാവികമായും ഭരണതലത്തിൽ വലിയൊരു ശൂന്യതയുണ്ടാകുമല്ലോ. ആ ശൂന്യത മുതലെടുക്കാൻ കൊട്ടാരത്തിൽ തന്നെ ചിലർ തക്കം പാർത്തും നിൽപ്പുണ്ടായിരുന്നു എന്നതാണ് സത്യം. അതായത് ആ കുപ്രസിദ്ധമായ ഉപജാപക സംഘം. അതെ, ഒരർത്ഥത്തിൽ അന്നത്തെ ഒരു മാഫിയ സംഘം തന്നെയായിരുന്നു അത്. ജയന്തൻ ശങ്കരൻ നമ്പൂതിരി, ശങ്കരനാരായണൻ ചെട്ടി, പിന്നെ മാത്തൂത്തരകൻ എന്നീ 3 പേരായിരുന്നു ആ സംഘത്തിനുണ്ടായിരുന്നത്. ഈ മൂവർ സംഘം ദുർബലനായ രാജാവിനെ വശത്താക്കി ഭരണത്തിന്റെ പൂർണ്ണ നിയന്ത്രണം ഏറ്റെടുത്തു, അല്ലേ? പൂർണ്ണമായും ഏറ്റെടുത്തു. ജനങ്ങളുടെ ക്ഷേമമൊന്നും അവരുടെ വിഷയമേ ആയിരുന്നില്ല. സ്വന്തം സ്വാർത്ഥ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുക എന്നത് മാത്രമായിരുന്നു ലക്ഷ്യം. ഖജരാവ് കാലിയാണല്ലോ. അപ്പോൾ ഭരണം നടത്താനും സ്വന്തം പോക്കറ്റ് വീർപ്പിക്കാനും ഇവരൊരു എളുപ്പവഴി കണ്ടെത്തി. നിർബന്ധിത പിരിവ്. അതെ, നാട്ടിലെ പ്രമുഖരായ വ്യക്തികളെയും പ്രമാണിമാരെയും ഭീഷണിപ്പെടുത്തി അവരിൽ നിന്ന് നിർബന്ധിതമായി പണം കടം വാങ്ങുക. കൊള്ളപ്പലിശക്കാരുടെ ഒരു രീതിയിലായിരുന്നു അവരുടെ ഭരണം. ഈ കൊള്ളരുതായ്മകൾക്കിടയിലാണ് ചരിത്രത്തിലെ ഏറ്റവും വലിയൊരു വഴിതിരിവ് സംഭവിക്കുന്നത്. ഈ മൂവർ സംഘം പണം ചോദിക്കാൻ ചെന്നത് കൽക്കുളത്തെ തലക്കുളം വീട്ടുകാരനായ അന്നത്തെ തലക്കുളം കാര്യക്കാരുടെ അടുത്തേക്കാണ്. വേലായുധൻ ചെമ്പകരാമൻ. അതെ, അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് വേലായുധൻ ചെമ്പകരാമൻ എന്നായിരുന്നു. ചരിത്രം പിന്നീട് അദ്ദേഹത്തെ വേലുത്തമ്പി എന്ന് വിളിച്ചു. സത്യത്തിൽ ഈ ഉപജാപക സംഘത്തിന് ആളുമാറിപ്പോയി എന്ന് വേണം പറയാൻ. വലിയ അബദ്ധം പറ്റിയവർക്ക്. അതെ, വേലുത്തമ്പി വെറും ഒരു സാധാരണ ഉദ്യോഗസ്ഥൻ മാത്രമായിരുന്നില്ല. അനീതിക്കെതിരെ പ്രതികരിക്കുന്ന പ്രകൃതമായിരുന്നു അദ്ദേഹത്തിൻ്റേത്. പണം കൊടുക്കാൻ അദ്ദേഹം തയ്യാറായില്ല എന്ന് മാത്രമല്ല, ഈ ഉപജാപക സംഘത്തിനെതിരെ വലിയൊരു ജനകീയ പ്രക്ഷോഭം സംഘടിപ്പിക്കുന്നതിൽ അദ്ദേഹം വിജയിക്കുകയും ചെയ്തു. ആ പ്രക്ഷോഭത്തിന്റെ ഒരു വ്യാപ്തി നമ്മൾ മനസ്സിലാക്കണം. നാഞ്ചിനാട്ടിൽ നിന്ന് ആയിരക്കണക്കിന് ആളുകളാണ് വേലുത്തമ്പിയുടെ നേതൃത്വത്തിൽ അണിനിരന്നത്. ജനങ്ങളുടെ വലിയൊരു പ്രവാഹം തന്നെ തിരുവനന്തപുരത്തേക്ക് മാർച്ച് ചെയ്തു. ആ കാലഘട്ടത്തിൽ അങ്ങനെ സംഭവിക്കുക എന്നത് ചിന്തിക്കാൻ പോലും കഴിയാത്ത കാര്യമാണ്. ഒരു സാധാരണക്കാരന് രാജകൊട്ടാരത്തിലേക്ക് മാർച്ച് ചെയ്യുക എന്ന് പറയുന്നത് അത്ര ചെറിയ കാര്യമല്ല. പക്ഷേ ആ ജനരോഷത്തിനു മുന്നിൽ പിടിച്ചു നിൽക്കാൻ രാജാവിന് കഴിഞ്ഞില്ല. ഭരണം കൈയടക്കി വച്ചിരുന്ന ആ ജനദ്രോഹികളായ മൂവർ സംഘത്തെ പുറത്താക്കാനും അവർക്ക് ഉചിതമായ ശിക്ഷ നൽകാനും രാജാവ് നിർബന്ധിതനായി. ശരിക്കും ഈ ഒരു ജനകീയ പ്രക്ഷോഭം ഭരണതലത്തിൽ വളരെ വലിയ മാറ്റങ്ങളാണ് കൊണ്ടുവന്നത്. പ്രക്ഷോഭം നയിച്ചവർക്ക് തന്നെ ഭരണത്തിൽ പ്രധാന പദവികൾ ലഭിച്ചു. ചിറയൻകീഴ് ചെമ്പകരാമൻ പിള്ള വലിയ സർവാധികാരിക്കാരായി നിയമിക്കപ്പെട്ടു. ഒപ്പം വേലുത്തമ്പിക്കും പദവി കിട്ടിയില്ലേ? കിട്ടി. തലക്കുളത്ത് വേലുത്തമ്പിക്ക് മുളകുമടിശീല കാര്യക്കാർ എന്ന പദവിയാണ് ലഭിച്ചത്. അതായത് ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ വാണിജ്യമന്ത്രി. ഈ വാക്കിന്റെ അർത്ഥം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. കുരുമുളക് സഞ്ചിയുടെ സൂക്ഷിപ്പുകാരൻ. കൃത്യം. അക്കാലത്ത് കുരുമുളകെന്ന് പറഞ്ഞാൽ സമ്പദ്വ്യവസ്ഥയുടെ നട്ടെല്ലാണ്. ആ സുപ്രധാന പദവിയാണ് വേലുത്തമ്പിക്ക് ലഭിച്ചത്. അധികം വൈകാതെ, അതായത് കൃത്യമായി പറഞ്ഞാൽ 1801 ബ്രിട്ടീഷ് പ്രസിഡന്റ് മെക്കാളയുടെ കൂടി അംഗീകാരത്തോടെ രാജാവ് വേലുത്തമ്പിയെ ദളവയാക്കി, അതായത് പ്രധാനമന്ത്രിയായി നിയമിച്ചു. 1809 വരെ അദ്ദേഹം ആ പദവിയിൽ തുടർന്നു. അതെ, എന്നാൽ ഈ അധികാരത്തിന് വലിയൊരു പരിമിതിയുണ്ടായിരുന്നു. 1895-ൽ
തിരുവിതാംകൂറും ബ്രിട്ടീഷുകാരും തമ്മിലുണ്ടാക്കിയ സഖ്യം കാരണമുള്ള പരിമിതികളല്ലേ? അതെ, അതുതന്നെ. ആ സഖ്യം കാരണം തിരുവിതാംകൂറിന്റെ പരമാധികാരം അപ്പോഴേക്കും വലിയ രീതിയിൽ നഷ്ടപ്പെട്ടിരുന്നു. നയപരമായ എന്ത് തീരുമാനമെടുക്കണമെങ്കിലും ബ്രിട്ടീഷ് റെസിഡന്റുമായി ആലോചിക്കാതെ മുന്നോട്ടു പോകാൻ കഴിയാത്ത വലിയൊരു പരാധീനത വേലുത്തമ്പിക്കുണ്ടായിരുന്നു. ഓരോ ചുവടുവെപ്പിലും ബ്രിട്ടീഷുകാരുടെ നിഴൽ അവിടെ ഉണ്ടായിരുന്നു. ഈ ബ്രിട്ടീഷ് ഇടപെടലുകൾക്കിടയിലും അദ്ദേഹം അവിടെ നടപ്പിലാക്കിയ ഭരണപരിഷ്കാരങ്ങൾ ശരിക്കും വിപ്ലവകരമാണ്. വേലുത്തമ്പി ദളവയായി വന്നയുടനെ ആദ്യം ചെയ്തത് അഴിമതിക്കാരും സത്യസന്ധരല്ലാത്തവരുമായ ഉദ്യോഗസ്ഥരെ മുഴുവൻ പിരിച്ചുവിടുകയാണ്. അതെ, അതൊരു വലിയ തീരുമാനമായിരുന്നു. എന്നിട്ട് പുതിയൊരു ഭൂമി സർവേ നടത്തി രാജ്യത്തെ ഓരോരുത്തരുടെയും ഭൂമിയുടെ വിസ്തീർണം കൃത്യമായി തിട്ടപ്പെടുത്തി. അതനുസരിച്ച് നികുതി വിഭാഗം അപ്പാടെ പുനഃസംഘടിപ്പിച്ചു. ഇത് വലിയൊരു മാറ്റമുണ്ടാക്കി. നികുതി കൃത്യമായി പിരിക്കാൻ തുടങ്ങിയതോടെ ഖജനാവിലേക്ക് പണം വന്നു തുടങ്ങി. തീർത്തും കാലിയായിരുന്ന ഖജനാവ് നിറഞ്ഞു. സാമ്പത്തിക നില വളരെ വേഗം മെച്ചപ്പെട്ടു. അവിടെയാണ് വേലുത്തമ്പിയുടെ ദീർഘവീക്ഷണം നമ്മൾ കാണേണ്ടത്. സാമ്പത്തിക രംഗത്ത് മാത്രമല്ല, അടിസ്ഥാന സൗകര്യ വികസനത്തിലും അദ്ദേഹത്തിന് വളരെ വ്യക്തമായൊരു പ്ലാൻ ഉണ്ടായിരുന്നു. നഗരങ്ങളും ഗതാഗത സൗകര്യങ്ങളും എങ്ങനെയായിരിക്കണമെന്ന് അദ്ദേഹം കാണിച്ചു തന്നു. തിരുവനന്തപുരം നഗരത്തിന്റെ മുഖച്ഛായ മാറ്റാൻ കോട്ടയ്ക്കകത്ത് അസംബ്ലി ഹാൾ ഉൾപ്പെടെയുള്ള നിരവധി സർക്കാർ കെട്ടിടങ്ങൾ അദ്ദേഹം നിർമ്മിച്ചു. ഇനി കൊല്ലത്തേക്ക് വന്നാലോ? അതെ, ഇന്ന് നമ്മൾ തിരുവനന്തപുരത്ത് കാണുന്ന സെക്രട്ടേറിയറ്റ് സംവിധാനത്തിന്റെ ആദ്യ രൂപമായ ഹജൂർ കച്ചേരി അന്ന് കൊല്ലത്ത് സ്ഥാപിച്ചത് അദ്ദേഹമാണ്. വെറുതെ കെട്ടിടങ്ങൾ പണിയുക മാത്രമല്ല, പുതിയ കമ്പോളങ്ങളുണ്ടാക്കി പുറത്തുനിന്നുള്ള വ്യാപാരികളെ നേരിട്ട് ക്ഷണിച്ചുവരുത്തി അവർക്ക് കച്ചവടത്തിനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തുകൊടുത്തു. ആലപ്പുഴയുടെ വികസനം ഇതിലെടുത്തു പറയേണ്ട ഒന്നാണ്. ആലപ്പുഴ എന്ന വ്യവസായ നഗരത്തെയും തുറമുഖത്തെയും ഇന്നത്തെ രീതിയിലേക്ക് മാറ്റിയെടുക്കുന്നതിൽ വേലുത്തമ്പി കാണിച്ച താൽപ്പര്യം ചെറുതല്ല. നഗരത്തെ മറ്റു പല ദിക്കുകളുമായി ബന്ധിപ്പിക്കുന്ന ധാരാളം റോഡുകൾ അദ്ദേഹം നിർമ്മിച്ചു. ആ തുരുത്തുകളുടെ കാര്യം കൂടി പറയണം. അതെ, ആലപ്പുഴയുടെ വടപ്പുളകപ്പ് ചില തുരുത്തുകളിൽ നിറഞ്ഞു നിന്നിരുന്ന മുൾക്കാടുകൾ വെട്ടിമാറ്റി ആ സ്ഥലം പൂർണ്ണമായും കൃഷിയോഗ്യമാക്കിയത് വലിയൊരു നേട്ടമായിരുന്നു. കൂടാതെ ചങ്ങനാശ്ശേരി, തലയോലപ്പറമ്പ്, ആലങ്ങാട് എന്നിവിടങ്ങളിൽ വലിയ കമ്പോളങ്ങൾ സ്ഥാപിക്കുകയും ചെയ്തു. ഇതൊക്കെ ബ്രിട്ടീഷുകാരുടെ വ്യാപാര കുത്തകയെ മറികടക്കാനും സ്വന്തമായി രാജ്യത്തിന് സാമ്പത്തിക ഭദ്രതയുണ്ടാക്കാനും വേണ്ടിയുള്ള തന്ത്രങ്ങളായിരുന്നു. തീർച്ചയായും ഈ പ്രവർത്തനങ്ങൾ ഒരു നാടിന്റെ സമ്പദ്വ്യവസ്ഥയെ വലിയ തോതിൽ ഉത്തേജിപ്പിച്ചു. വ്യവസായവും കൃഷിയും അഭിവൃദ്ധി പ്രാപിച്ചു. എന്നാൽ ഈ സാമ്പത്തിക നേട്ടങ്ങൾക്കിടയിലും തിരുവിതാംകൂറിന് മുകളിൽ ഒരു വലിയ ബാധ്യത ബാക്കിയുണ്ടായിരുന്നു. ബ്രിട്ടീഷ് ഗവൺമെന്റിന് കൊടുക്കാനുണ്ടായിരുന്ന കപ്പക്കുടിശ്ശിക, അതായത് ട്രിബ്യൂട്ടറിയേഴ്സ്. അതൊരു വലിയ ഭാരമായിരുന്നു. അതെ, ബ്രിട്ടീഷുകാർക്ക് വലിയൊരു തുക വർഷാവർഷം കപ്പമായി കൊടുക്കേണ്ടതുണ്ടായിരുന്നു. ഈ ബാധ്യത എങ്ങനെയെങ്കിലും തീർക്കാൻ വേണ്ടി ഭരണച്ചെലവുകൾ വെട്ടിച്ചുരുക്കാൻ ദളവ തീരുമാനിച്ചു. അതിനായി സൈനികരുടെ ആനുകൂല്യങ്ങളും മറ്റും അദ്ദേഹം കുറച്ചു. ഇത് വലിയൊരു പൊട്ടിത്തെറിക്കാണ് വഴിവെച്ചത്. വേലുത്തമ്പിയുടെ ശത്രുക്കൾ ഈ അവസരം മുതലെടുത്ത് പട്ടാളക്കാരെ ഇളക്കിവിട്ടു. അങ്ങനെയാണ് അവിടെ ഒരു ആഭ്യന്തര കലാപം പൊട്ടിപ്പുറപ്പെടുന്നത്. ലഹളക്കാർ ജയിലുകളിലെ തടവുകാരെയൊക്കെ തുറന്നുവിട്ടു. പട്ടാളക്കാർ തങ്ങളുടെ താവളം വിട്ട് നേരെ തിരുവനന്തപുരത്തേക്ക് ദളവയ്ക്കെതിരെ മാർച്ച് ചെയ്തു. എന്നിട്ട് വേലുത്തമ്പിയെ സ്ഥാനത്തുനിന്ന് മാറ്റണമെന്നും തങ്ങൾ പറയുന്ന സൈനിക മേധാവികളിൽ ഒരാളെ മന്ത്രിയാക്കണമെന്നും അവർ രാജാവിനോട് ആവശ്യപ്പെട്ടു. പക്ഷെ വേലുത്തമ്പി അത് നേരിട്ട രീതി, അതെ, അത് നമ്മളെ അത്ഭുതപ്പെടുത്തും. അദ്ദേഹം നേരെ ബ്രിട്ടീഷ് റെസിഡന്റ് മെക്കാളയുടെ സഹായം തേടുകയും ആ സൈന്യത്തെ ഉപയോഗിച്ച് ലഹളയെ അതികഠിനമായി അടിച്ചമർത്തുകയും ചെയ്തു. ഇതിലെ ഒരു വിരോധാഭാസം നമ്മൾ ശ്രദ്ധിക്കണം. ജനങ്ങളെ സംഘടിപ്പിച്ച് വലിയൊരു പ്രക്ഷോഭം നടത്തി അധികാരത്തിൽ വന്ന വേലുത്തമ്പിയാണ് ഇപ്പോൾ മറ്റൊരു പ്രക്ഷോഭത്തെ, വിദേശ സൈന്യത്തെ ഉപയോഗിച്ച് അടിച്ചമർത്തുന്നത്. ആ അടിച്ചമർത്തൽ വളരെ ക്രൂരമായിരുന്നു എന്ന് വേണം പറയാൻ. സൈനികരുടെ തലവനായിരുന്ന കൃഷ്ണപിള്ളയെ ദാരുണമാം വിധം കൊലപ്പെടുത്തിയാണ് അദ്ദേഹം ആ കലാപം അവസാനിപ്പിച്ചത്. പക്ഷേ മെക്കാളയുടെ ആ സഹായത്തിന് പകരമായി തിരുവിതാംകൂർ നൽകേണ്ടി വന്ന വില വളരെ വലുതായിരുന്നു. അതാണ് കുപ്രസിദ്ധമായ 1805 ഉടമ്പടി. അതെ, തിരുവിതാംകൂറിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ പോലും ബ്രിട്ടീഷുകാർക്ക് അധികാരമുണ്ടാകണമെന്ന മെക്കാളയുടെ ആശയം നടപ്പിലാകുന്നത് ഇതിലൂടെയാണ്. തിരുവിതാംകൂറിന് തികഞ്ഞ അപകടമായി മാറിയ ആ 10 നിബന്ധനകളടങ്ങുന്ന ഉടമ്പടിയിൽ 1805 രാജാവ് ഒപ്പുവയ്ക്കാൻ നിർബന്ധിതനായി. രാജ്യത്തിന്റെ പൂർണ്ണ നിയന്ത്രണം ഇതോടെ ബ്രിട്ടീഷുകാരുടെ കയ്യിലായി.
ഈ ഉടമ്പടിയോടുകൂടിയാണ് കാര്യങ്ങൾ വീണ്ടും മാറിമറിയുന്നത്. വേലുത്തമ്പിക്കും മെക്കാളയ്ക്കുമിടയിലുള്ള ബന്ധം അതോടെ വഷളാകാൻ തുടങ്ങി. കപ്പക്കുടിശ്ശികയുടെ പേരിൽ ഇരുവരും തമ്മിൽ നിരന്തരം കൊമ്പുകോർത്തു. സ്വർണം പണയം വെച്ച് വരെ ആ കുടിശ്ശിക തീർക്കാൻ നോക്കിയില്ലേ? അതെ, കൊട്ടാരത്തിലെ സ്വർണം പണയം വച്ചിട്ട് പോലും വേലുത്തമ്പി ആ കുടിശ്ശിക കുറച്ചൊക്കെ അടച്ചു തീർക്കാൻ ശ്രമിച്ചു. എന്നിട്ടും മെക്കാളെ തൃപ്തനായില്ല. വേലുത്തമ്പിയെ ദളവാ പദവിയിൽ നിന്നും മാറ്റണമെന്ന് മെക്കാള രാജാവിനോട് നിരന്തരം ആവശ്യപ്പെടാൻ തുടങ്ങി. ഇതോടെ വേലുത്തമ്പിക്ക് ബ്രിട്ടീഷുകാരുടെ തനിനിറം മനസ്സിലായി. ഇനി ഇവരോട് ചേർന്ന് നിന്നിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കിയ അദ്ദേഹം രഹസ്യമായി ആയുധബലം വർദ്ധിപ്പിക്കാനും പുതിയ കോട്ടകൾ കെട്ടാനും തുടങ്ങി. 1805 ഉടമ്പടിയുടെ നിബന്ധനകളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് വേലുത്തമ്പി വലിയൊരു പോരാട്ടത്തിന് തയ്യാറെടുത്തു. കൊച്ചി ദിവാൻ പാലിയത്തച്ഛനുമായി ചേർന്ന് ബ്രിട്ടീഷുകാർക്കെതിരെ അദ്ദേഹം തിരിഞ്ഞു. ചരിത്രരേഖകൾ പറയുന്നത് അവർ മെക്കാളയെ വധിക്കാൻ വരെ ശ്രമിച്ചു എന്നാണ്. പക്ഷേ അത്ഭുതകരമായി മെക്കാളെ അതിൽ നിന്ന് രക്ഷപ്പെട്ടു. തുടർന്ന് വേലുത്തമ്പി കൊല്ലത്ത് തമ്പടിച്ചിരുന്ന കമ്പനി സൈന്യത്തിനെതിരെ പരസ്യമായി യുദ്ധം പ്രഖ്യാപിച്ചു. പക്ഷേ ആ ഏറ്റുമുട്ടലിൽ അദ്ദേഹത്തിന് വിജയിക്കാൻ കഴിഞ്ഞില്ല. പരാജയപ്പെട്ടിട്ടും അദ്ദേഹം പിന്മാറാൻ തയ്യാറായില്ല എന്നതാണ് അദ്ദേഹത്തെ ഒരു ചരിത്രപുരുഷനാക്കുന്നത്. ബ്രിട്ടീഷ് സൈന്യത്തെ നേരിടാൻ സജ്ജരാകണമെന്ന് ജനങ്ങളോട് ആഹ്വാനം ചെയ്തുകൊണ്ട് 1809 ജനുവരി 11 ചരിത്രപ്രസിദ്ധമായ ആ വിളംബരം അദ്ദേഹം പുറപ്പെടുവിച്ചു. കുണ്ടറ വിളംബരം. അതെ, കുണ്ടറ വിളംബരം. കൊല്ലത്തെ ഇളംപൊള്ളൂർ ദേവീക്ഷേത്രത്തിൽ വെച്ചായിരുന്നു അത്. ജനങ്ങളെ വല്ലാതെ ആവേശഭരിതരാക്കാനും ഒറ്റക്കെട്ടായി സംഘടിപ്പിക്കാനും ഈ വിളംബരത്തിന് കഴിഞ്ഞു. വിളംബരം ജനങ്ങളിൽ വലിയ ആവേശം സൃഷ്ടിച്ചെങ്കിലും യുദ്ധമുഖത്ത് കാര്യങ്ങൾ തിരുവിതാംകൂറിന് ഒട്ടും അനുകൂലമായിരുന്നില്ല. ആധുനിക ആയുധങ്ങളുള്ള ബ്രിട്ടീഷ് സൈന്യത്തിനു മുന്നിൽ അവർക്ക് അടിപതറി. 1809 കൊല്ലം യുദ്ധത്തിൽ സൈനാധിപൻ ചെമ്പിൽ അരേന്റെ കീഴിലിറങ്ങിയ സൈന്യം പരാജയപ്പെട്ടു. കൊച്ചിയിലും പരാജയം തുടർന്നുവല്ലേ? അതെ. ഒടുവിൽ ഗതിയില്ലാതെ കൊച്ചി ദിവാൻ പാലിയത്തച്ഛൻ ബ്രിട്ടീഷുകാർക്ക് കീഴടങ്ങി. ആലുവാമൊഴിയിൽ വെച്ച് തിരുനെൽവേലിയിൽ നിന്നുള്ള ബ്രിട്ടീഷ് സൈന്യവുമായുള്ള ഏറ്റുമുട്ടലിലും തിരുവിതാംകൂറിന് തോൽവി സമ്മതിക്കേണ്ടി വന്നു. ഇതോടെ ബ്രിട്ടീഷ് സമ്മർദ്ദം താങ്ങാനാവാതെ ഉമ്മണി തമ്പിയുടെ നിർദ്ദേശപ്രകാരം രാജാവ് വേലുത്തമ്പിയെ ദളവാസ്ഥാനത്ത് നിന്നു നീക്കി. അതോടെ വേലുത്തമ്പിയുടെ പതനം പൂർണ്ണമാവുകയായിരുന്നു. 1809 മാർച്ച് 18 രാജാവ് ഉമ്മിണിത്തമ്പിയെ പുതിയ ദിവാനായി നിയമിച്ചു. പുതിയ ദിവാന്റെ ഏക ലക്ഷ്യം വേലുത്തമ്പിയെ ഇല്ലാതാക്കുക എന്നതായിരുന്നു. ഉമ്മിണിത്തമ്പി വേലുത്തമ്പിയുടെ തലയ്ക്ക് 10,000 രൂപ വിലയിട്ടു. ജീവനോടെ ബ്രിട്ടീഷുകാർക്ക് കീഴടങ്ങില്ല എന്ന് പ്രതിജ്ഞ ചെയ്ത വേലുത്തമ്പി തന്റെ ഉടവാൾ കിളിമാനൂർ കോയിത്തമ്പുരാനെ ഏൽപ്പിച്ച് ഒളിവിൽ പോയി. ആ ഒളിജീവിതം അവസാനിക്കുന്നത് വളരെ ദാരുണമാണ്. പത്തനംതിട്ടയിലെ മണ്ണടി ഭഗവതി ക്ഷേത്രത്തിലായിരുന്നു അദ്ദേഹം അഭയം പ്രാപിച്ചത്. 1809 ഏപ്രിൽ 8 ശത്രുക്കൾ ആ ക്ഷേത്രം വളഞ്ഞു. പിടിയിലാകുമെന്നുറപ്പായപ്പോൾ ജീവനോടെ കീഴടങ്ങില്ലെന്ന തന്റെ പ്രതിജ്ഞ കാക്കാൻ അദ്ദേഹം ഉറയിൽ സൂക്ഷിച്ചിരുന്ന കഠാര സ്വന്തം നെഞ്ചിൽ കുത്തിയിറക്കി. എന്നിട്ടും ജീവൻ പോകാത്തതുകൊണ്ട് തന്റെ അഭ്യർത്ഥന പ്രകാരം ഒപ്പമുണ്ടായിരുന്ന അനുജൻ പത്മനാഭൻ തമ്പിയോട് ശിരസ് വെട്ടിമാറ്റാൻ അദ്ദേഹം ആവശ്യപ്പെട്ടു. അങ്ങനെയാണ് അദ്ദേഹം വിടവാങ്ങുന്നത്. ശത്രുക്കളോട് പൊരുതി മരിച്ച ആ ധീരനോട് പിന്നീട് ബ്രിട്ടീഷുകാർ കാണിച്ച ക്രൂരത ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയൊരു ഇരുണ്ടയേടാണ്. അവർ ആ മൃതദേഹം അവിടെ നിന്നും തിരുവനന്തപുരത്ത് കണ്ണൻമൂലയിൽ കൊണ്ടുവന്ന് കഴുമരത്തിൽ കെട്ടിത്തൂക്കി. ഒപ്പമുണ്ടായിരുന്ന അനുജൻ പത്മനാഭൻ തമ്പിയെ കൊല്ലത്ത് വെച്ച് വധിച്ചു. വേലുത്തമ്പിയുടെ വീട് മുഴുവനായും ഇടിച്ചു നിരത്തുകയും ബന്ധുക്കളെയെല്ലാം മാലദ്വീപിലേക്ക് നാടുകടത്തുകയും ചെയ്തു. വളരെ ദാരുണമായൊരന്ത്യം. ഈ സംഭവങ്ങളെല്ലാം കഴിഞ്ഞിട്ട് നൂറ്റാണ്ടുകൾ കഴിഞ്ഞെങ്കിലും അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്കായി ഇന്ന് മണ്ണടിയിൽ വേലുത്തമ്പി ദളവാ സ്മാരക മ്യൂസിയം സ്ഥിതി ചെയ്യുന്നുണ്ട്. അദ്ദേഹം അവസാനമായി കിളിമാനൂർ കോയിത്തമ്പുരാനെ ഏൽപ്പിച്ച ആ വാള് ഇന്നും തിരുവനന്തപുരം നേപ്പിയർ മ്യൂസിയത്തിൽ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ഇനി നമുക്ക് ഈ ചരിത്രത്തിന്റെ അടുത്ത ഭാഗത്തേക്ക് കടക്കാം, അതായത് ഉമ്മിണിത്തമ്പിയുടെ കാലത്തേക്ക്. അതെ, വേലത്തമ്പിക്ക് പകരം ദിവാനായ ഉമ്മിണിത്തമ്പിയും ഒട്ടും മോശക്കാരനായിരുന്നില്ല. വളരെ ബുദ്ധിയും സാമർഥ്യവുമുള്ള ആളായിരുന്നു അദ്ദേഹം. എന്നാൽ മുൻഗാമിയേക്കാൾ പ്രഗത്ഭനാണെന്ന് വരുത്തി തീർക്കാനുള്ള വലിയൊരാഗ്രഹവും അധികാരദുർമോഹവും അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഭരണസമ്പ്രദായം മുഴുവൻ മാറ്റിമറിക്കാൻ അദ്ദേഹം തീരുമാനിച്ചു. പക്ഷേ അദ്ദേഹം കൊണ്ടുവന്ന ചില നല്ല മാറ്റങ്ങൾ നമ്മൾ കാണാതെ പോകരുത്. ഇന്ന് നമ്മൾ കാണുന്ന ഈ പോലീസ് സംവിധാനത്തിന്റെയൊക്കെ ഒരു പ്രാക് രൂപമായ കാവൽ സംവിധാനം ആവിഷ്കരിച്ചത് ഉമ്മിണിത്തമ്പിയാണ്.
നീതിന്യായ വ്യവസ്ഥ കാര്യക്ഷമമാക്കാൻ അദ്ദേഹം രാജ്യത്ത് ജില്ലാ ജയിലുകൾ സ്ഥാപിച്ചു. അതേസമയം തന്നെ അദ്ദേഹത്തിന്റെ തീരുമാനങ്ങളിൽ ചില ഏകാധിപത്യ പ്രവണതകളും ഉണ്ടായിരുന്നു. സർക്കാർ നടപടികൾക്കെതിരെ സംഘടിതമായി പ്രതിഷേധിക്കാൻ നാഞ്ചിനാട്ട് ജനങ്ങൾക്ക് പണ്ടുമുതലേ ഉണ്ടായിരുന്ന അവകാശം അദ്ദേഹം പൂർണ്ണമായും നിർത്തലാക്കി. ഭരണത്തിൽ എതിർപ്പുകൾ ഉണ്ടാകാൻ പാടില്ല എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ നയം. നിങ്ങൾ ഇന്ന് തിരുവനന്തപുരത്ത് നിന്ന് നെയ്യാറ്റിൻകര വഴി യാത്ര ചെയ്താൽ കൈത്തറിക്ക് പേരുകേട്ട ബാലരാമപുരം എന്ന പ്രദേശം കാണാം. സത്യത്തിൽ 1810-ൽ ഉമ്മിണിത്തമ്പി നടപ്പിലാക്കിയ വലിയൊരു വികസന പദ്ധതിയാണത്. നെയ്യാറ്റിൻകരയ്ക്കും തിരുവനന്തപുരത്തിനും ഇടയ്ക്കുണ്ടായിരുന്ന കാടുകൾ മുഴുവൻ വെട്ടിത്തെളിച്ച് അദ്ദേഹം അവിടെ കമ്പോളങ്ങളും അഗ്രഹാരങ്ങളും കൊട്ടാരങ്ങളും സംഭരണശാലകളും ഉണ്ടാക്കി. അവിടേക്ക് വിദഗ്ധരായ നെയ്ത്തുകാരെ കൊണ്ടുവന്ന് പാർപ്പിച്ചു, അല്ലേ? അതെ, രാജാവിന്റെ പേരിലാണ് ആ പ്രദേശത്തിന് ബാലരാമപുരം എന്നദ്ദേഹം പേരിട്ടത്. വിഴിഞ്ഞം ഒരു തുറമുഖമായും വ്യവസായ കേന്ദ്രമായും വികസിപ്പിക്കാനുള്ള പദ്ധതിയും അദ്ദേഹത്തിനുണ്ടായിരുന്നു. വികസനത്തിലൊക്കെ ഇത്രയും മുന്നിലായിട്ടും ഉമ്മിണിത്തമ്പിയുടെ ജനപ്രീതി വളരെ വേഗം ഇടിയുന്നതാണ് നമ്മൾ കാണുന്നത്. വെറും 2 കൊല്ലത്തെ ഭരണത്തിനിടയിൽ കീഴുദ്യോഗസ്ഥരുടെ അഴിമതി തടയാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. ഭരണ സംവിധാനത്തിൽ മുഴുവൻ ക്രമക്കേടുകളും അധികാര ദുർവിനിയോഗവും നടമാടി. ഇതുകൂടാതെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് നൽകേണ്ട കപ്പം വീണ്ടും കുടിശ്ശികയായി മാറി. ഉദ്യോഗസ്ഥർക്ക് ശമ്പളം പോലും കൊടുക്കാൻ കഴിയാത്ത വലിയൊരു സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് രാജ്യം കൂപ്പുകുത്തി. ചുരുക്കത്തിൽ പൊതുഭരണം പൂർണ്ണമായും താറുമാറായി എന്ന് പറയാം. അതെ, രാജാവ് തീർത്തും ദുർബലനായിരുന്നതുകൊണ്ട് ദിവാൻ സർവ്വ അധികാരവും കൈയടക്കി. ദിവാനെതിരെ പ്രതികരിച്ചാൽ സ്വന്തം സ്ഥാനം നഷ്ടപ്പെടുമെന്ന് രാജാവ് പോലും ഭയക്കുന്ന അവസ്ഥയായി. കപ്പമടയ്ക്കാൻ വൈകുന്നതിനെല്ലാം രാജാവിന്റെ പേരാണ് ദിവാൻ ഒഴികഴിവായി പറഞ്ഞിരുന്നത്. ഒടുവിൽ രാജ്യത്തെ കുഴപ്പങ്ങൾ പരിഹരിക്കണമെന്ന് റസിഡന്റ് മെക്കാളേക്ക് വീണ്ടും ആവശ്യപ്പെടേണ്ടി വന്നു. ഈ വലിയ പ്രതിസന്ധികൾക്കും കുഴപ്പങ്ങൾക്കുമിടയിലാണ് 1810 നവംബർ 7-ന് തന്റെ 29ാമത്തെ വയസ്സിൽ രാജാവ് ബാലരാമവർമ്മ ആകസ്മികമായ നാടുനീങ്ങുന്നത്. ആ 12 വർഷവും 8 മാസവും നീണ്ട ഭരണം അവസാനിക്കുമ്പോൾ തിരുവിതാംകൂറിന്റെ അവസ്ഥ എന്തായിരുന്നു എന്ന് ചിന്തിച്ചു നോക്കൂ. തന്റെ പിൻഗാമികൾക്ക് അവകാശപ്പെടാൻ തക്ക യാതൊരു നിയമനിർമ്മാണവും നടത്താൻ ആ രാജാവിന് കഴിഞ്ഞിരുന്നില്ല. നല്ലൊരു സാമ്പത്തിക ചുറ്റുപാടിൽ തുടങ്ങേണ്ടിയിരുന്ന ഭരണം അദ്ദേഹത്തിന്റെ കാലഘട്ടം അവസാനിക്കുമ്പോഴേക്കും തികച്ചും കാലിയായ ഖജനാവിലും പൂർണ്ണമായും തകർന്നടിഞ്ഞ ഭരണ സംവിധാനത്തിലുമാണ് ചെന്നെത്തിയത്. 16-ാം വയസ്സിൽ തുടങ്ങി 29-ൽ അവസാനിച്ച ബാലരാമവർമ്മയുടെ ഭരണകാലം ശരിക്കും നമ്മളെ അത്ഭുതപ്പെടുത്തും. പ്രഗത്ഭരായ 2 ദളവന്മാരുടെ, അതായത് വേലുത്തമ്പിയുടെയും ഉമ്മിണിത്തമ്പിയുടെയും ഉയർച്ചയ്ക്കും വളരെ ദാരുണമായ പതനത്തിനുമാണ് ആ 12 വർഷങ്ങൾ സാക്ഷ്യം വഹിച്ചത്. 2 പേർക്കും അടിസ്ഥാന സൗകര്യ വികസനത്തിൽ മികച്ച കാഴ്ചപ്പാടുണ്ടായിരുന്നു. മികച്ച ഭരണാധികാരികളാകാൻ അവർക്ക് കഴിഞ്ഞിട്ടും ഇരുവർക്കും ദാരുണമായ അന്ത്യമാണ് സംഭവിച്ചത്. അവിടെയാണ് നമ്മൾ ആഴത്തിൽ ചിന്തിക്കേണ്ട ഒരു കാര്യം ഉദിക്കുന്നത്. വേലുത്തമ്പിയും ഉമ്മിണിത്തമ്പിയും വികസനത്തിൽ ഇത്രമാത്രം മികച്ച കാഴ്ചപ്പാടുള്ളവരായിരുന്നിട്ടും അവരുടെ പതനം എന്തുകൊണ്ട് അനിവാര്യമായി തീർന്നു? യഥാർത്ഥത്തിൽ തിരുവിതാംകൂറിന്റെ ആഭ്യന്തര ഭരണത്തെ അസ്ഥിരപ്പെടുത്തിയത് കേവലം രാജാവിന്റെ ദൗർബല്യമോ കൊട്ടാരത്തിലെ ആഭ്യന്തര പ്രശ്നങ്ങളോ ആയിരുന്നോ? അതോ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നിരന്തരമായ സാമ്പത്തിക ചൂഷണവും അവർ അടിച്ചേൽപ്പിച്ച താങ്ങാനാവാത്ത കപ്പക്കുടിശ്ശികയുമായിരുന്നു? കൃത്യം. പുറത്തുനിന്നുള്ള സാമ്രാജ്യത്വ ശക്തികളുടെ ഇടപെടലുകൾ ഉള്ളിടത്തോളം കാലം എത്ര മികച്ച ഭരണാധികാരിക്കും ഒരു ജനതയെ പൂർണ്ണമായി സംരക്ഷിക്കാൻ കഴിയില്ല എന്നതിന്റെ ഏറ്റവും വ്യക്തമായ ആദ്യകാല ഉദാഹരണമല്ലേ ഈ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത്? ഇതൊന്നാലോചിച്ചു നോക്കൂ.